ആഹാ, ഏട്ടനും ദേവിക്ക് ഇപ്പോഴേ വിസ കിട്ടിയുള്ളൂ ഇങ്ങോട്ടൊക്കെ പുറപ്പെടാൻ. വേഗം പിടിക്കടി. ഓ അതെ, രണ്ടുപേരും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടും ഞാൻ കരുതിയിട്ടുണ്ട്. ഏട്ടൻ എന്തും കഴിക്കും. ഏട്ടൻ എന്തും കഴിക്കും. ഓക്കെ. രക്തബന്ധത്തിലുള്ളവർക്കല്ലേ തിരിഞ്ഞു നോക്കാൻ നേരം ഇല്ലാത്തത്. പകരം ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നതാ. ഇവരുണ്ട്. ആ ലൗഡ് സ്പീക്കർ സാറിന്റെ അമ്മാവൻ, മറ്റേത് ലൗഡ് സ്പീക്കറിന്റെ മകള്. സാറ് കെട്ടാൻ പോണ പെണ്ണ്. വാ. ഇതൊരു കാട്ടുമുക്കാ മോളെ. എങ്ങനെയുണ്ട്? അവനായിട്ട് കുഴപ്പത്തിനൊന്നും പോവില്ല ഏട്ടാ. ആരെങ്കിലും കുഴപ്പത്തിന് വന്നാ വിട്ടു കൊടുക്കുകയില്ല. അച്ഛന്റെ മോൻ തന്നെ. എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു മൂപ്പര് കൊമ്പത്ത് കയറ്റി. അമ്മാവനിങ്ങ എത്തിയോ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മാവന്റെ കൂടെ ഏതൊരു മുടി വളർത്തിയ ചെക്കനെന്ന്. എന്തു പറ്റി രണ്ടുപേരും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ? പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഓ, പോലീസുകാർ അക്ഷരവിരോധികളാണല്ലോ അല്ലേ? എടി വെള്ളപ്പാറ്റെ, നീ പോലീസുകാരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഈ നാട്ടിലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ. ഇതൊന്നും പോലീസുകാർക്ക് അറിയില്ലെന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയർസുകൾക്കും ബാധകമാണടി. ഓ, കണ്ടതും തുടങ്ങി രണ്ടും കൂടി. അതെ, ഇവന്റെ ഒരു വിവരമില്ലാത്തോണ്ട് ഇവളെ. അച്ഛാ, ആരും ഒന്നും പറയണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. ഒന്ന് വരണം. ഇയാൾ എന്നെ കെട്ടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. ഉറപ്പെണ്ണല്ലേ? വേണമെങ്കിൽ കെട്ടാം ഇല്ലടാ. പിന്നെ വേണമെങ്കിൽ കെട്ടാവുന്നതാണ്. ഇനി എന്നാണാവോ മൂത്ത് നട്ടല് വരെ നരച്ചിട്ടോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ ക്യാൻസൽ ചെയ്യാം. എന്താടാ? അല്ല, പിന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ കെട്ടാൻ ആളുകൾ ക്യൂവിലുണ്ട്. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കെങ്ങനെ. നല്ല ചെത്ത് പയ്യന്മാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്. അതെ അതെ, ഊളംപാറയിലെ നല്ല ഒന്നാം തരം ഡോക്ടർമാര്. അവരാകുമ്പോ ഇവളുടെ മരുന്ന് മുടങ്ങില്ല. അതാര് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഓ ഉത്തമ. ഓ എടാ, എന്നെ എന്നും വിളിക്കാറുള്ള പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഇവൻ ഏത് കണ്ടത്ര ജാനു. ഓടാവിടുന്ന്. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ജയേട്ടൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ആ സുന്ദരി പെണ്ണ്. നമുക്ക് അവളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉവ്വ്. ഈ തമാശ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ മോന്ത കണ്ടിട്ട് ആര് വിളിക്കാൻ? ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ഒരു ഒത്തു കിട്ടല. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. പോലീസുകാരുടെ വൃത്തികെട്ട ബുദ്ധിയിലെ തലയ്ക്കത്തുണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല, പീഡന കേസിലാ ഒത്തുട്ടോ. എന്താ ഏട്ടാ? ഒന്നുമില്ല. ഇതെന്താ ഇവരിങ്ങനെ? ഞാൻ ആകെ പേടിച്ചു പോയില്ലേ? ഇവിടുന്ന് കീരിയും പാമ്പും പോലെ പോയവരാ, ഇപ്പതാ ചക്കരയും പീരയും പോലെ. അവര് ചെറുപ്പകാലം തൊട്ട് അങ്ങനെയാ. നീ അത് കാര്യാക്കണ്ട. എന്നാലും എനിക്കെന്തോ ഒരു മനസമാധാനം കിട്ടുന്നില്ലമ്മേ. നമുക്ക് ഈ കല്യാണം ഉടനടി അങ്ങ് നടത്തിയാലോ? എന്തിന്? നാളെ തന്നെ അങ്ങോട്ട് നടത്താം. എടീ, സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടേ. മൊത്തം എത്ര പേര് കാണും? മൊത്തം ഇപ്പോ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലൊക്കെ കൂടി വിളിച്ചു വരുമ്പോ പോലീസുകാർ ഒരു 20, 30, 40, 50, പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടി ഒരു 100 എന്ന് കൂട്ടാം. പിന്നെ ഞാന്, നീ, അമ്മ, അമ്മാവനൊക്കെ കൂടി ഒരു 105. പിന്നെ അമ്മയുടെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാവോ? കൂടെ പഠിച്ചവര്, കുട്ടടിക്കാൻ പാത്തിന് പല്ലക്കൊള്ളവരെ. കണ്ണാ, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് നടത്താൻ പറ്റുമോ? ജോത്സ്യനെ കാണണം, മുഹൂർത്തം കുറിക്കണം, അങ്ങനെ പലതും ഉണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാലേ നമുക്ക് ആ ജോത്സ്യനെ ഇപ്പൊ തന്നെ പോയി കാണാം. ഓ, ഇവന്റെ ഒരു കാര്യം. എന്താണ്? പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും ഏട്ടന്റെ ഭാര്യ ഏട്ടത്തെയുമാ നല്ലത് വിളിച്ചൂടല്ലോ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എപ്പോഴാ കല്യാണം? ഞാൻ ഇപ്പൊ റെഡി. ഓ, പക്ഷെ ഞാനും റെഡി. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. തറ മാത്രമായിട്ടുള്ളൂ. അത് ശരി. സാർ നോക്കി. അമ്മേ, ജോത്സ്യനെ കണ്ടു, മുഹൂർത്തവും കുറിച്ചു. ഇന്നേക്ക് 10ാം നാൾ കല്യാണം. അതെ, ആദ്യം കല്യാണം വിളിക്കുന്ന അമ്മയാ. വലിയ ആളും ബഹളമൊന്നുമില്ല, ഒരു ചെറിയ പരിപാടി. അത് പോരാ. കേരളത്തിലുള്ള പോലീസുകാരെ മൊത്തത്തിൽ വിളിക്കണം. പന്തല് മുഴുവൻ കാക്കി കൊണ്ടാണ് നിറയണം. പറ്റിയ വൈകുന്നേരം ആവിടെ പോലീസിന്റെ ഗാനമേളയും. ആണോ? എന്നാ പിന്നെ താലിയിട്ട് കഴിയുമ്പോ ഒരു ലാത്തി ചാർജും ആകാശത്തേക്ക് 2 റൗണ്ട് വെടി. അമ്മേ, നിങ്ങളൊക്കെ വന്നു വേണം ഈ കല്യാണം ഒന്ന് ഉഷാറാക്കി തരാം. ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്ത ആളാണേ. ഇവരുടെ രണ്ടുപേരുടെയും ജാതകം നമുക്ക് ആ ജോത്സ്യന്റെ ഒന്ന് കൊടുക്കണം. ഈ വീട് പണി നമ്മൾ ചടപടാന്ന് അങ്ങോട്ട് തീർക്കുന്നു, എന്നിട്ട് ഈ 2 എണ്ണത്തിനും പിടിച്ചങ്ങോട്ട് കെട്ടിക്കുന്നു. ജാതകമൊക്കെ നേരത്തെ നോക്കിയതാ മോനെ, നല്ല ചർച്ച. ആണോടാ? ഓ,
ജാതകം നോക്കി ആ. മനസ്സുകൊണ്ട് കല്യാണം ഉറപ്പിച്ചു. ആ. മക്കൾ എത്ര വേണമെന്ന് വരെ തീരുമാനിച്ചു. എത്രണ്ണം വേണം? ഒരെണ്ണോ? 10 എണ്ണം സാർ. ആണോടി? ഈ സ്ഥലത്തെ കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും എന്നെക്കാളും ഞങ്ങൾ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനല്ലേ നീ? വാക്കത്തേക്ക് മൂർച്ചയുണ്ടോ നോക്കാൻ വഴിയെ പോകുന്നവന്റെ കഴുത്ത് വെട്ടാൻ വരെ മഴയുടെ ബലം കണ്ടിട്ടോ. നിന്നെയായിരുന്നു അവിടെ വെച്ച് 2 എണ്ണം പൊട്ടിക്കേണ്ടിരുന്നത്. എന്റെ ജയ ഒന്ന് നിർത്ത്. ആ ഇനി അമ്മയുടെ സപ്പോർട്ടും കൂടെ. ഈ കല്യാണത്തിന് തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ താഴ്വാരത്ത് എനിക്ക് പരിചയമുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ സൂപ്പർവൈസർ. ആഴ്ചയിൽ 1 or 2 ദിവസം വന്നു പോകാം. മനുഷ്യനായിട്ട് ജീവിക്കേ മതി. പോലീസ് സ്റ്റേഷനിലെ തരികടയും അങ്ങാടിയിലെ ജഗപുകയും. ഞാൻ പോവില്ല. എന്താ പറഞ്ഞേ? മുഖത്ത് നോക്കി വർത്താനം പറടാ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കി തന്നെ അവിടെ താഴെ അല്ല എന്റെ മോന്ത, അതാ ഇവിടെ. എന്റെ കണ്ണ നീയെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കെ. അവൻ കിടന്ന് തുള്ളട്ടെ. എന്റെ അമ്മയെ കുറിച്ചോ എനിക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പോക്രിത്തരം പറഞ്ഞാൽ ഞാൻ തല്ലും. അതിന് എനിക്ക് ഒരു പോലീസിന്റെ പിൻബലവും വേണ്ട. ആ പേരിൽ എന്നെ ആരും നാട് കടത്തും വേണ്ട. ആ. നിന്നെ നാട് കടത്തണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. നീ പോയിരിക്കും. ഇതെന്താ അമ്മ, ഇത് കാട്ടുപോത്തോ? ഉം? ഒന്നും പറയരുത്, ഇഷ്ടം കൊണ്ട് പറയണതല്ലേ. ഏ? എടുക്ക് എടുക്ക്, വേഗം എടുക്ക്. എന്തെടുക്കാൻ മനുഷ്യർ ചൊറിയാനും സമ്മതിക്കൂല പണ്ടാറം. അത് തറവാടിത്തം. ഒടുവിൽ ഞാൻ പറഞ്ഞ പോലെയായി. പന്തിയിൽ ഇലയിട്ട് ആളിരുന്ന ശേഷം കണ്ണിക്കണ്ട ഹോട്ടലിലും കുച്ചിരിയിലും ഒക്കെ ചോറും കൂട്ടാനും അന്വേഷിച്ചൊരു ഓട്ടപ്പാച്ചില് പിശിക്കേ. ഈ വെപ്പുകാർക്ക് ഈ മുറുക്കുന്ന ശീലം അത്ര നല്ലതല്ല. വെക്കുമ്പോ ഞാൻ മുറുക്കാറില്ല. മുറുക്കെന്ന് പറഞ്ഞാൽ വെക്കാറില്ല. അത് തറവാടിത്തം. ഓ പതുക്കെ പറഞ്ഞാൽ എനിക്ക് ചെവി കേൾക്കാം. അതും തറവാടിത്തം. അപ്പോഴേ ഇനി 2 ദിവസമേ ഉള്ളൂ. സാധനങ്ങൾ ലിസ്റ്റിംഗ് കൊണ്ട് തരിക, അത് കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കും. പിന്നെ എലിയിട്ടിട്ട് ഓടേണ്ടി വന്ന ഞാൻ ഓടുകയല്ല, തന്നെ ഞാൻ അടിച്ചോടിക്കും. രണ്ടുണ്ടാവില്ല. ഞാൻ വെച്ചാൽ തികഞ്ഞതാ, ബാക്കിയാവുള്ളൂ. അതും വേണ്ട. വില കൂടി അരിയും സാധനങ്ങളാ വാങ്ങിച്ചേരുന്നേ. അത് തറവാടിത്തം. വാചകടിക്കൽ ജോലി നോക്കണം വെപ്പ. അതും തറവാടിത്തം. ഹലോ ബ്രദേഴ്സ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് കുളിയും ജപമൊന്നുമില്ലേ? ഊണായി. അല്ല, അത് മൂപ്പർക്ക് കല്യാണത്തിന്റെ ഒരു എന്താ പറയാ, ഓ പച്ച മലയാളത്തിൽ കൺഫ്യൂഷൻ എന്ന് പറയും. ആ അത് തന്നെ. കണ്ണ, നീ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നില്ലല്ലോ, ഗൗരിയെ. അവളാ ഇതിന്റെയൊക്കെ ഒരു ആവേശക്കാരി. ആ ഇന്നലെ ഉത്തമേട്ടനെ ഈ വഴിക്ക് കണ്ടില്ല. ഞാൻ നോക്കിയിരുന്നത് ബാക്കി. ആ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അവിടെ മതി ഒരുങ്ങിയത്. വാ പോവാ. നിന്റെ കല്യാണം അല്ല അവിടെ. അവന്താ തീ ചവിട്ടിയാ നിക്കുന്നേ. ഞാൻ റെഡി. ഇരുട്ടുന്നതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. മൂപ്പർക്ക് ഇത് എന്തെയാവോ ഒരു കനം? ഏയ് ഒന്നുമില്ല. എന്താ ഇപ്പൊ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. ഇതുപോലൊരു ദിവസം നമ്മുടെ കല്യാണ തലേന്ന് മുറ്റത്തൊരു പന്തല്, നിറച്ച ആൾക്കാര്, ഇതൊക്കെയല്ലേ? ഏയ് ആ വേറെന്താ നമുക്ക് ഓർക്കാൻ അല്ലേ? നാളെ അവരുടെ കൂട്ടത്തില് നമുക്കും അങ്ങോട്ട് കിട്ടിയാലോ? ആ വാ. ഇത് വണ്ടിയിലേക്ക് വെച്ചേക്കോ. ആ തറവാടുത്ത സ്വാമി ആള് കത്തിയാണെങ്കിലും പാചകം കേമായിരിക്കും. ആട്ടെ, ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയോ? ആ കുറേശ്ശെ. അലക്സ് ഇത് എവിടെ പോയതാ? കണ്ണിച്ചാൻ പലതവണ വിളിച്ചിരുന്നു. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഒറ്റയ്ക്ക് ഇതിനാനുള്ള വല്ല ഓള് കാണും. ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഏത് പണ്ടാറത്തിലാണാവോ. എന്തായാലും ഇന്നെത്താതിരിക്കില്ല, നാളെ ചന്തയല്ലേ. ഇതെന്താ ഉത്തമ ഇത്രയും പൈസ? സാറിന്റെ കല്യാണം നിന്റെ തലയ്ക്ക് പിടിച്ചോ? ഇതാ. ഞാനേ പെണ്ണിന്റെ അച്ഛൻ, പയ്യന്റെ അമ്മാവൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഓൾ ഇൻ ഓൾ. ഈ സത്യം ഉണ്ടാവുന്നതിനോട് പിന്നാലെ ഈ പെട്ടിയും കൊണ്ട് നടന്നുകൊണ്ട് കാരണിക്ക് പ്രയോജനമില്ല.
ഊണും കഴിഞ്ഞ് ഏമ്പക്കം വിട്ടിച്ച് അവരങ്ങ് പോവും. ഇതിന്റെ ചില്ലാനത്തിന് നീ വരേണ്ടത് എന്റെ അടുത്താ. ഞാൻ ഈ ടിവിയിൽ നിറഞ്ഞു നിൽക്കട്ടടാ. ലൈറ്റ് പിടിച്ചേ. അത് ഭാവിയിൽ നിനക്ക് ഗുണം ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? എന്റെ മോളുടെ കല്യാണം. അല്ലാതെ പെണ്ണിന്റെ അച്ഛന്റെ ഫാഷൻ പരേഡോ ഒന്നല്ലോ. പിന്നെ എന്തിനാടോ താൻ കുറെ നേരമായി ഒന്ന് കുറയ്ക്കണേ? ആ ചെക്ക, നീ ഈ പെട്ടിയും കൊണ്ട് ഈ സാധനത്തിന്റെ പിന്നാലെ കെട്ടിത്തിരിയാണ്ടേ അവിടെ പെണ്ണൊരുങ്ങുണ്ട്. അത് പോയിട്ടേ. അയ്യോ, ഞാനത് മറന്നുട്ടാ. അതെടുത്തേക്ക് വേഗം വാ. അപ്പോഴേക്ക് ഞാൻ ഒരുങ്ങി നിൽക്കാം. അല്ല, അപ്പൊ തനിക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ മീശ കല്യാണത്തിന് വേണ്ടി വാടകയ്ക്ക് എടുത്തതാ? അയ്യേ, ഇത് ഒറിജിനലാ. അപ്പൊ അത് നന്നായിട്ട് പിരിച്ച് കാക്കി പാന്റ് കയറ്റി ആ ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നിട്ട്. ഞാൻ റെഡി. പക്ഷേ ആ ക്യാമറക്കാരൻ അങ്ങോട്ട് വിടണം. ആ, ഞാൻ കാക്കി പാന്റ് ഇട്ടേ. ഒന്ന് വഴിമാറി. ഒരു കഴുതമാട്. എന്റെ ഗൗരിയെ മണിക്കൂർ എത്രയായി ആ കുട്ടിയെ പിടിച്ചെടുത്തിട്ട്? ഇതുവരെ കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് മറിക്കേ, ഇതൊന്നും പിടിച്ചേ. എന്നാ പിന്നെ അമ്മയ്ക്ക് നേരത്തെ വന്ന് ഒരുക്കായിരുന്നില്ലേ? എന്താ പറഞ്ഞേ? ആ, പിണങ്ങിയോ അമ്മ മോളും? പിണങ്ങാനൊക്കെ കാര്യമല്ലോ വേണോ? പോവാൻ തേടി. അതിന് എന്റെ മെക്കിട്ടൊന്നും കയറണ്ട. ഉത്തമേട്ടനാ പോയത്. പാവം, ഒരു പോള കണ്ണടച്ചില്ല എന്റെ കുട്ടി ഇന്നലെ. ഈ അങ്ങാടിയിലേക്കുള്ള ഓട്ടം മുഴുവനും അവനുള്ളതാണല്ലോ. വിശ്വമോഹനം ഹരിതീശ്വരം. എന്താ വൈകി? ആ, ഞാൻ ഒരാളല്ലേ എല്ലാം കൂടി. മാല കൃഷ്ണേട്ടാ, ഒരു സൈക്കിൾ എടുക്കണേ. എവിടേക്കാണ് രാവിലെ തന്നെ ഇത്ര ധൃതി പിടിച്ച്? അറിഞ്ഞില്ലേ, ഭൂത്താങ്കത്ത് ഒരു ശവം പൊങ്ങിട്ടുണ്ടത്രേ. ആണോ പെണ്ണോ? ആർക്കറിയാം, ഞാൻ പോയി നോക്കിട്ട്. ചെല്ല്. ചത്തെങ്കി പിന്നെ ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കാ അല്ലേ ഉത്തമ? വന്നാട്ടെ അങ്ങോട്ടിരിക്കാം. എന്താ ഇത്ര ലേറ്റ് ആയത്? ട്രെയിൻ മിസ്സായി പോയി, അതോട്ടാ. ശരി. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ കാണാത്തതുകൊണ്ട് ഇവിടെ ലഹളയാ. വേറെ ആരുമല്ല, നിന്റെ മഞ്ചാടിക്കുരു. പൂവെത്താൻ വൈകിയതുകൊണ്ടായിരിക്കും. പൂവൊക്കെ കല്യാണത്തിന്റെ ഒരു പൈങ്കിളി ഏരിയാടാ. ഇതൊക്കെ വലിയ പ്രശ്നമാ പെണ്ണുങ്ങൾക്ക്. നീ കൊണ്ടു കൊടുക്ക. നമസ്കാരം. നമസ്കാരം. ഉത്തമേട്ടാ, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എല്ലാം പെട്ടെന്ന് വേണം. വേഗം ആയിക്കോട്ടെ. എന്തിനു പറയണു, ഒരു കാക്കി പാന്റ് ഇട്ട് മീശയും പിരിച്ച് ആ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്താടാ? എന്താ കാര്യം പറ. ശവം പൊങ്ങി. ഞാൻ കണ്ടു. ദയെന്ന് പറയുമ്പോഴേക്കും സംഗതി കാട്ടുതീ പോലെ പരക്കും. ഇവിടെങ്ങാനും അറിഞ്ഞ ജയേട്ടന്റെ ചെവിയിലെത്തിയ എന്താ ചെയ്യാ ചെറിയ ചേട്ടാ? നമ്മൾ എന്താ ചെയ്യാ? മുഹൂർത്തം കഴിയുന്നത് വരെ മൂടി വെച്ചേ പറ്റൂ. ഹലോ. ശരി, പറയാൻ. ആരാ? കോട്ടയത്ത് നിന്നൊരു സജി തോമസാ. വിഷ് ചെയ്യാൻ വിളിച്ചതാ. എവിടെയായിരുന്നു നീ ഇത്? പന്തൽ